കനത്ത മഴയിൽ ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും 4 മരണം. കോട്ടയം പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടലിൽ അമ്മയും മകനും മരിച്ചു. ഇടുക്കി കുടയത്തൂർ അടൂർമലയിൽ ഉരുൾപൊട്ടലിൽ അടൂർമല സ്വദേശി സുമതിയും കൊലഹൽമേട്ടിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് 72-കാരനായ പ്രഭാകരൻ നായരും മരിച്ചു. കനത്ത മഴയിൽ കോട്ടയം ഈരാറ്റുപേട്ട പാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറി. പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടത്തിൽ പുലർച്ചെയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇരച്ചെത്തിയ ഉരുൾ മണപ്പാട്ട് ജോണിയുടെ വീട് പൂർണ്ണമായും മൂടി. തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിയ ജോണിയുടെ ഭാര്യ റെജീനയും മകൻ ജോസ്വിനും മരിച്ചു. ഏറെ നേരത്തെ തെരച്ചിലിന് ഒടുവിലാണ് 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. രാവിലെ 7 മണിയോടെ ആദ്യം കണ്ടെത്തിയത് ജോസ്വിന്റെ മൃതദേഹം. 5 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് റെജീനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജോണി അടുത്ത വീട്ടിലെ വയോധികന് കൂട്ടുകിടക്കാൻ പോയതിനാലാണ് രക്ഷപ്പെട്ടത്. പെൺമക്കളായ ജോമിറ്റും സോമിറ്റും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വാഹനാപകടത്തിൽ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ജോസ്വിൻ. ഇടുക്കി കുടയത്തൂരിൽ അടൂർമല സ്വദേശി സുമതിയാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ വീട് നിന്നിരുന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് 500 അടിയോളം താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലുണ്ടായിരുന്ന സുമതിയുടെ ഭർത്താവ് രവി, മകൻ രാജേഷ് എന്നിവരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. കോലാഹലമേട് സ്വദേശി ലീലാമണിയുടെ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വൈക്കം സ്വദേശി 72-കാരനായ പ്രഭാകരൻ നായരാണ് മരിച്ചത്. ലീലാമണിയുടെ ബന്ധുവാണ് പ്രഭാകരൻ നായർ. കോട്ടയം തീക്കോയി 30 ഏക്കറിൽ ഉരുൾപൊട്ടലിൽ 4 വീടുകൾ തകർന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്തുണ്ടായിരുന്ന 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ ഈരാറ്റുപേട്ട നഗരം വെള്ളത്തിൽ മുങ്ങി. പാലാ നഗരത്തിലും വെള്ളം കയറി. കൂട്ടിക്കൽ മുണ്ടക്കയം മേഖലകളിലും ജലനിരപ്പ് ഉയർന്നു. മണിമലയാറും പുല്ലകയാറും കരകവിഞ്ഞൊഴുകിയതോടെ കൂട്ടിക്കൽ കോസ്വേയും ചപ്പാത്തും മുങ്ങി. പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറി. മുണ്ടക്കയം കോസ്വേയിലും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി പാറത്തോട് പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം കയറി. കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ ആനക്കല്ല് ടൗണിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. ചിറ്റാർപ്പുഴ കരകവിഞ്ഞതോടെ പൊൻകുന്നം എരുമേലി റോഡിൽ മണ്ണംപ്ലാവിൽ റോഡിലേക്കും സമീപത്തെ കടകളിലേക്കും വെള്ളം കയറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.